ഹലോ, ഇന്ന് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ടൊരു സ്റ്റെൻസിൽ നമ്മുടെ കയ്യിൽ പേസ്റ്റ് ചെയ്യണമെന്നാണ് കാണാൻ വേണ്ടി പോണത്. എല്ലാവർക്കും സ്റ്റെൻസിൽ വാങ്ങുമ്പോൾ ഉള്ളൊരു ഡൗട്ടാണ് ഇതെങ്ങനെ ഒട്ടിക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനത്തെ ഔട്ട്പുട്ടായിരിക്കും കിട്ടുക എന്നെല്ലാം. അപ്പോൾ ഇന്ന് അതിനെല്ലാത്തിനുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഈ ഒരു ഡിസൈനിൽ ഇതാണ് നമ്മുടെ ഈ വാച്ചൊക്കെ കിട്ടണ ഈ ഒരു പോർഷനിൽ പേസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ ഈ കൈയുടെ ബാക്കിൽ പ്ലേസ് ചെയ്യാനുള്ളതും പിന്നെ ബാക്കി ഉള്ളതെല്ലാം നമ്മുടെ ഫിംഗേഴ്സിൽ പ്ലേസ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡിസൈനിൽ ഈ ഒരു വൈറ്റ് പോർഷന് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. ഈ ബ്ലാക്ക് പോർഷനാണ് കട്ട് ചെയ്യേണ്ടത്. ഈ ബ്ലാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റിലേക്ക് എത്താതെ തന്നെ ആ ബ്ലാക്ക് മാക്സിമം കട്ട് ചെയ്ത് കളയാനും ശ്രദ്ധിക്കണം. എങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മളത് കയ്യിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വളരെ ചേർത്ത് ഇത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ചേർത്ത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഡിസൈൻസിൻ്റെ ഈ സ്റ്റെൻസിലിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു ബ്ലാക്ക് കളർ റൗണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിക്കായിട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ അത് വെക്കണ ടൈമിൽ അത് ഫുള്ളായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മളത് ഇത് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് ആ ബോർഡേഴ്സ് എല്ലാം ഒന്ന് വെട്ടി മാക്സിമം ആ ബ്ലാക്കിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ ഒരു വൈറ്റ് പോർഷൻ കട്ടായി പോവാതെ മാക്സിമം സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനത് നീറ്റായിട്ട് കട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ബോർഡർ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് നമ്മൾ കൈയുടെ ബാക്കിൽ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനത് ആദ്യം തന്നെ കുറച്ചൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്, കുറച്ച് വലിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് എളുപ്പത്തിന് ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷോർട്ടൺ ചെയ്ത ആ ഒരു പീസ് തന്നെ നന്നായിട്ട് ആ ബ്ലാക്ക് കളർ ബോർഡർ മാക്സിമം കട്ട് ചെയ്ത് കളയാൻ പാകത്തിന്, എന്നാൽ വൈറ്റിലേക്ക് എത്താത്തയും രീതിയിൽ ഞാൻ മാക്സിമം പ്രിസൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിലൊന്ന് പ്ലേസ് ചെയ്ത് നോക്കുകയാണ്. ഇത് എൻ്റെ കയ്യിലിടാനുള്ളതല്ല, എൻ്റെ കസിൻ്റെ കയ്യിലാണ് ഞാനിത് സ്റ്റെൻസിൽ പ്ലേസ് ചെയ്യണത്. പക്ഷെ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്ന് വച്ച് നോക്കിയതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫിംഗേഴ്സിലേക്കുള്ള സ്റ്റെൻസിൽസ് കട്ട് ചെയ്തെടുക്കാം. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ബ്ലാക്ക് മാക്സിമം കട്ട് ചെയ്ത് കളഞ്ഞ് വൈറ്റ് പോർഷൻ തീരെ കട്ട് ചെയ്ത് പോവാത്ത രീതിയിൽ ഞാൻ ഈ ഫിംഗേഴ്സിലേക്കുള്ള എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കൈയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു കയ്യിൽ ഇതുകൊണ്ട് കട്ട് ചെയ്ത് നോക്കാനുണ്ട്. ഇപ്പോൾ 5 ഫിംഗേഴ്സിലെയും എല്ലാം നമുക്ക് ഇതായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത കൈയിലേക്കുള്ളത് വെട്ടി തുടങ്ങാം. സ്റ്റെൻസിൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഡിസൈൻ ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാണെങ്കിലും നമുക്ക് ഈ സ്റ്റെൻസിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കറക്റ്റായിട്ട് നീറ്റായിട്ടുള്ള ഡിസൈൻ കിട്ടും. അതിന് നമ്മൾ കുറച്ചൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെൻസിലിൻ്റെ ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ്. എനിക്ക് എന്തൊരു ഫങ്ഷൻസും കാര്യങ്ങളുള്ള ടൈമിലൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ പേഴ്സണലി എപ്പോഴും യൂസ് ചെയ്യാറ് സ്റ്റെൻസിൽസ് തന്നെയാണ് കുറച്ച് നാളുകളായിട്ട്. അതാകുമ്പോൾ നമുക്ക് ഒട്ടും ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടും ഇത് സ്റ്റെൻസിൽസ് യൂസ് തന്നെയാണ് ചെയ്യാറ്. ഞാൻ മെഹന്തി എൻ്റെ കയ്യിലിടുന്നത് പൊതുവെ വളരെ കുറവാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്റ്റെൻസിലിൻ്റെ വൈറ്റ് പോർഷൻ വിടിയിച്ചെടുക്കണതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ നെയിൽസ് ആ വൈറ്റിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഒന്നിങ്ങനെ വിട്ട് കിട്ടും. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് ആ വൈറ്റ് പോർഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ട് നമ്മുടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ട്, ഇത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ആ ഷീറ്റിലേക്ക് ഈ ഫുള്ളായിട്ടുള്ള ബ്ലാക്ക് ഡിസൈൻസ് ഫുള്ള് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യുക. അങ്ങനെ നമ്മൾ പതിയെ ഇപ്പോൾ എൻ്റെ ഇതിൽ
കുറച്ച് ആ വൈറ്റിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ പതിയെ സ്റ്റെൻസിലൊന്ന് ചെരിച്ച് കൊടുക്കുക. അങ്ങനെ ചെരിച്ച് കൊടുക്കുന്ന ടൈമിൽ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ വൈറ്റിലേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ഫുള്ളായിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്ക് സ്റ്റിക്ക് ചെയ്യും. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഫുൾ വൈറ്റിലേക്കൊന്നും ഇരിക്കാത്ത ഭാഗത്തിന് നമുക്ക് നന്നായിട്ട് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ചെറുതായിട്ടൊന്ന് ബ്ലർ ആവുന്നുണ്ട്, സിനിമാറ്റിക് മോഡിൽ ഇട്ടതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിപ്പോൾ എൻ്റെ ആ ഒരു ഔട്ടർ പോർഷൻ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പതിയെ നെയിൽസ് വെച്ചിട്ട് ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ആ ട്രാൻസ്പെറൻറ്റിലേക്ക് വെച്ച് വേണം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഡിസൈൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ച്, ഇപ്പോൾ എൻ്റെ ചെറിയൊരു പോർഷൻ വന്നിട്ടുണ്ട്, അവിടെ സ്റ്റിക്കായിട്ടിരിക്കുകയാണ്. ഞാൻ പതിയെ നെയിൽസ് വെച്ച് ഒന്ന് അമർത്തി കൊടുത്തു. അങ്ങനെ ഞാനത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ഷീറ്റാണ്. അപ്പോൾ നമ്മളത് കയ്യിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി സ്റ്റിക്കാവാതെ നോക്കുക. ജസ്റ്റ് ഒരു ഫിംഗർ വെച്ച് മാത്രം ഹോൾഡ് ചെയ്യുക. ഇനി ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഡിസൈൻ ഞാനിങ്ങനെ വെച്ചിട്ട് ഈ കയ്യിലേക്ക് സ്റ്റിക്ക് ചെയ്യാണ്. ആ സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് തന്നെ വൈറ്റ് ഷീറ്റ് മാത്രമാണ് പറിച്ച് കളയാവുള്ളൂ. ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമ്മൾ കയ്യിൽ വെച്ചതിന് ശേഷം മാത്രമാണ് പറിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ ഡിസ്ട്രോയിഡ് ആയി പോവും. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ സ്വന്തം ആണ് നമ്മൾ ഇടണമെന്നുണ്ടെങ്കിലും വേറെ ആളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും സേഫ് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എല്ലാ ഡിസൈൻസും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അത്ര നേരത്ത് നല്ല സേഫായിട്ടിരുന്നോളും. പിന്നെ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇരിക്കുന്ന ടൈമിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത് സ്റ്റിക്ക് ചെയ്യാത്തതുപോലെ തോന്നും. പക്ഷേ ആ ഷീറ്റ് ഫുൾ പൊളിച്ച് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ അടുത്തൊരു ഡിസൈൻ എനിക്ക് മറ്റേ ഡിസൈൻ പറിച്ചതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വേഗം തന്നെ ഇവിടേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചില ഡിസൈൻസ് അങ്ങനെയാണ്, നമുക്ക് ഫാസ്റ്റായിട്ട് വന്നാൽ ചിലത് കൂടുതലായിട്ടും അതിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും. എന്നാൽ നമ്മളൊന്ന് സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിത് ചെയ്ത ടൈമിൽ എനിക്ക് കുറച്ച് ഇവിടേക്ക് നീങ്ങിപ്പോയി എന്ന് തോന്നി. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ പറിച്ചിട്ട് ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം കറക്റ്റായിട്ട് നോക്കി മാത്രം ചെയ്യുക. കാരണം ഇപ്പോൾ ഞാൻ പറിച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റിക്ക് ചെയ്യാത്തത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാത്തതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ഞാൻ പറിച്ചപ്പോൾ ഫുൾ പോന്നു, പക്ഷെ നിങ്ങൾ ഇതാക്കുമ്പോൾ അത് പോരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം ഒട്ടിച്ചിട്ട് രണ്ടാമത് പറിക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെ പറിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുൾ ഡിസൈൻ നമ്മുടെ കയ്യിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരുന്ന് ആ ഒരു സ്റ്റെൻസിൽ നമുക്ക് വേസ്റ്റായി പോകുന്നതാണ്. ഇനി നമുക്ക് ഫിംഗേഴ്സിലേക്കുള്ളതും ഒട്ടിച്ചു കൊടുക്കാം. ഫിംഗേഴ്സിൽ ഒട്ടിക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് താഴ്ത്തിയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. താഴ്ത്തി ഒട്ടിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ കസിൻ്റെ കൈയാണ്. ആളുടെ കൈക്ക് നല്ല വിരലിനൊക്കെ നല്ല നീളമുള്ള വിരലുകളാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെൻസിലിൻ്റെ ഡിസൈൻ അതൊരു ചെറിയ പോർഷൻ മാത്രമാണ് കവറപ്പ് ചെയ്തിരിക്കണുള്ളൂ. അപ്പോൾ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ആ വിരലിൻ്റെ നെയിൽസിൻ്റെ ആ ഒരു പോർഷനിൽ ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ അത് താഴേക്ക് നീക്കിയിട്ട് വെച്ചത്. അപ്പോൾ ഒരെണ്ണം ആ ലോട്ടസ് താഴെ പ്ലേസ് ചെയ്തിരിക്കാൻ പാകത്തിനും അടുത്ത കയ്യിൽ ലോട്ടസ് മുകളിലേക്ക് ഇരിക്കാൻ പാകത്തിന് ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്യാപ്പും പിന്നെ ഞാൻ ഒരു ഫിനിഷിങ്ങിന് പോലെ ജസ്റ്റ് ഒരു ബോർഡർ ലൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ ഒരു ഡിസൈൻ ഫുള്ളി നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ടാവും. നമ്മുടെ ഈ ഒരു ഡിസൈന് റെഫറൻസ് പിക്കൊന്നും ഉണ്ടായിട്ടില്ല. ഈ സ്റ്റെൻസിൽ നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്തത് കൊണ്ട് തന്നെ എല്ലാ ഡിസൈൻസിനും റെഫറൻസ് പിക്കില്ല. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ തന്നെയാണ് നമ്മളിത് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തിരിച്ചും മറിച്ചുമായിട്ട് ചെയ്യണത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് കരുതി നിങ്ങളങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണോ അതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ വിരലിലേക്കുള്ളത് ഓൾമോസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റായിട്ട് സ്റ്റെൻസിൽ യൂസ് ചെയ്ത ടൈമിൽ എൻ്റെ സ്റ്റെൻസിൽ നല്ല ഫ്ലോപ്പായിട്ടുണ്ടായി. കാരണം എനിക്കിത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യണമെന്നൊന്നും കറക്റ്റായിട്ട് ഒരു ഐഡിയ ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് നമ്മൾ വീഡിയോസിൽ ഷോർട്സിലൊക്കെ കണ്ടാലും കറക്റ്റായിട്ട് ഇത് എങ്ങനെ സ്റ്റിക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഫസ്റ്റായിട്ട് യൂസ് ചെയ്ത സ്റ്റെൻസിൽ. ഇതിൻ്റെ അകത്ത് പകുതി ഭാഗങ്ങൾ ഫുള്ളായിട്ട് കൊളാപ്സ്ഡ് ആയിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ അതെനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഞാനിത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യാമെന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്പെറൻറ്റ് ഗ്ലൂ ഷീറ്റ് നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഇത് ഫുൾ കഴിഞ്ഞിട്ടാണ് ഞാൻ
ഫുൾ ഒട്ടിച്ചതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഷീറ്റ് മാറ്റണത്. അതാണ് ഏറ്റവും സേഫ്. അപ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫുള്ളായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്നിട്ടുണ്ടാവും. പിന്നെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് നമ്മളൊന്നിങ്ങനെ മടക്കിയിട്ട് മാത്രം നീക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് ഇരിക്കണ എല്ലാ സ്ഥലത്തും പോയിട്ട് ഫുൾ ഒട്ടിപ്പിടിച്ച് എല്ലാ സ്ഥലത്തെയും ട്രാഷ് എല്ലാം അതിൻ്റെ ഉള്ളിലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് മടക്കി വെക്കുക. ഈ ഒരു ബാൻഡിൻ്റെയും ഞാൻ സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പറിച്ചെടുത്തിട്ട് അതും മടക്കി ഒന്നും കൂടി ഞാൻ ഒന്ന് എൻഷുർ ചെയ്യണം ഫുൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് ആ ഷീറ്റും മടക്കിയിട്ടാണ് ഞാനത് കളയണത്. ഇനി ഞാൻ മെഹന്തി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് നമ്മൾ തന്നെ സെയിൽ ചെയ്യണ ബ്രൈഡൽ കോൺസ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടിപ്പിൽ ഇങ്ങനെ ഒരു ടേപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിരുന്ന കോൺസ് ആണ്. ഞാൻ കുറച്ച് നേരം മുമ്പാണ് പുറത്തേക്ക് എടുത്ത് വെച്ചത്. ഈ ഒരു ടിപ്പ് വെച്ച് മാത്രമാണ് നമ്മൾ കോൺസ് ഫ്രീസറിൽ വെക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കോണിൻ്റെ ഉള്ളിലേക്ക് എയർ കയറിയിട്ട് അത് നന്നായിട്ട് ആ ടേപ്പ് പറിക്കുമ്പോൾ ആ ടേപ്പ് ഫുള്ളായിട്ട് പോയിട്ട് നമ്മൾ എൻഷുർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് പോർഷൻ അവിടെ ഇരുന്നാൽ തന്നെ നമ്മുടെ നിബിലേക്ക് അത് വന്നിട്ട് നമ്മുടെ ഡിസൈൻ ഡിസ്ട്രോയിഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് വരച്ച് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ആ നിബ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടിപ്പ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫില്ല് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം ഞാനത് കട്ട് ചെയ്യണില്ല. ഞാനിത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ ഈ ഒരു പോർഷനിൽ ചെറിയൊരു ലൈനിൽ ഒരു ചെറിയൊരു ഡോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഓൾറെഡി കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈൻ എനിക്ക് നീറ്റായിട്ട് കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല ഈ സ്റ്റെൻസിലിന് ഒത്തിരി വൈറ്റ് പോർഷൻസ് നമുക്ക് കവറപ്പ് ചെയ്യാനില്ല. കൂടുതലൊരു ബ്ലാക്ക് പോർഷൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ചെറിയ നിബ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യണത്. ഞാൻ ഒന്ന് ലൈറ്റായിട്ട് പതിയെ ഫില്ല് ചെയ്ത് വിടാണ്. നമ്മൾ അത്യാവശ്യം പ്രഷർ എക്സേർട്ട് ചെയ്യണത് കൊണ്ട് തന്നെ നന്നായിട്ട് ഫാസ്റ്റായിട്ട് അത് ഫില്ല് ചെയ്ത് തന്നെയുണ്ട്. ഞാൻ നോർമലി ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് മൈലാഞ്ചി അവിടേക്ക് വെച്ചിട്ട് എൻ്റെ കൈ വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാറാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഫാസ്റ്റായിട്ട് തീരണത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അങ്ങനെയല്ല ഫില്ല് ചെയ്യണത്. നോർമൽ ഇതുപോലെ തന്നെയാണ് ഫില്ല് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് കുറച്ചാക്കിയിട്ട് അതിങ്ങനെ വെറുതെ ഹെന്ന വെച്ചിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് ഒരിക്കലും കൊടുക്കരുത്. അപ്പോൾ കുറേ ബ്ലാങ്ക് സ്പേസസ് ഉണ്ടാവും. ഇപ്പം ഞാൻ ചെയ്യണത് പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ മെഹന്തി വെച്ചിട്ട് തന്നെ നന്നായിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് മെഹന്തി തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നന്നായിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ പേസ്റ്റും അതിൻ്റെ അകത്തേക്ക് ആയിട്ടുണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്യുക. ആ ബ്ലാക്ക് പോർഷൻസിലേക്ക് നമ്മൾ മാക്സിമം ആക്കാതെ നോക്കുക. നമുക്കപ്പോൾ അത്രയും കോൺ സേവ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് പോർഷനിൽ എന്തായാലും സ്റ്റെയിൻ വന്ന പ്ലേസസ് അല്ല. അപ്പോൾ നമ്മൾ വെറുതെ അത്രയും മെഹന്തി അവിടെ ഇട്ട് വെച്ച് നമ്മൾ അത്രയും മെഹന്തി വേസ്റ്റ് ചെയ്ത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. ആ ഒരു വൈറ്റ് പോർഷൻസിൽ മാത്രം നമ്മൾ മെഹന്തി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ ബോർഡേഴ്സിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോവാതെ നോക്കുക. ഞാനിപ്പോൾ സ്റ്റെൻസിൽസിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫിംഗേഴ്സിൽ ആ ഒരു ബോർഡർ ഡിസൈൻ വരച്ച് കൊടുത്തു. പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് കുറവായതുകൊണ്ട് അത് ഓഫായി പോയിട്ടുണ്ടായി. ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ക്ലിപ്സ് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു ഫിംഗറിൽ മാത്രമാണ് എനിക്ക് വീഡിയോ കിട്ടിയത്. ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ബോർഡർ വരച്ചിട്ട് ഒരു ക്യാപ്പിനുള്ള ഒരു ബോർഡറും കൂടെ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ മെഹന്തി ഫില്ല് ചെയ്തിട്ട് അതൊരു ക്യാപ്പ് പോലെ തൊപ്പി പോലെ ആക്കും. ഞാൻ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ടിപ്പ് കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് തൊപ്പിയിടാനായിട്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ട് മെഹന്തി പ്രസ് ചെയ്തിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുക. അതല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് ഇട്ടിട്ട് ഞാൻ എപ്പോഴും എല്ലാവരും ചെയ്യണ ഒരു മിസ്റ്റേക്ക് കാണാറുണ്ട്. ജസ്റ്റ് കുറച്ച് മെഹന്തി അവിടെ അപ്ലൈ ചെയ്തിട്ട് റൗണ്ടിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കണത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയിൻ വന്ന ടൈമിൽ ഫുൾ അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്സോ അല്ലെങ്കിൽ ഹോൾസോ ഒക്കെ കാണാൻ സാധിക്കും നമുക്ക്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫുൾ പ്രഷർ കൊടുത്തിട്ട് തന്നെ ലൈൻസ് ആയിട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ 2 കൈയിലും ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. കാരണം നമുക്ക് ഇതിന് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായി. നമ്മൾ കുറേ പേർക്ക് ഇത് സെയിൽ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവരെല്ലാവരും നമ്മുടെ അടുത്ത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് നമ്മളിതിട്ടാലാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുള്ളൂ. അതുകൊണ്ട് നമ്മളിത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും.
പിന്നെ ഇതിൻ്റെ സ്റ്റെയിൻ വന്നിട്ടുള്ള പിക്സ് എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്നതെന്ന് മനസ്സിലാവും. ഇത് ഞാൻ മുന്നേ ഒരു ഫംഗ്ഷനിട്ട ഒരു സ്റ്റെൻസിലിൻ്റെ പിക്കാണ്. അതുപോലെ ഞാൻ എപ്പോഴും ഇതുപോലെ സ്റ്റെൻസിൽസ് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. ക്യാപ്പ് നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ക്യാപ്പില്ലാതെ ഡിസൈൻ മാത്രമായിട്ടും ചെയ്യാം. ലാസ്റ്റ് ഇതിനിട്ട സ്റ്റെൻസിലിൻ്റെ ഒരു ഡിസൈനാണ് ഇതും. ഞാൻ ലാസ്റ്റ് ഇതിനും സ്റ്റെൻസിൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ കയ്യിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ട ആ ഡിസൈൻ ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ ഷോർട്സ് ആയിട്ട് ഇത് ചെയ്യണതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല മെഹന്തിയായിട്ട് റിലേറ്റ് ചെയ്ത് ഉപകാരപ്പെടുന്നത്, മെഹന്തിയായിട്ടും മേക്കപ്പായിട്ടും റിലേറ്റ് ചെയ്ത് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് മെഹന്തി വാങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പേഴ്സണൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെഹന്തിയുടെ ചാർജസോ അല്ലെങ്കിൽ കോണായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാർജസോ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്നെ ഒന്ന് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.